ഇരുന്ന് കഴിക്കാൻ വൃത്തിയുള്ള ഒരു മേശയുണ്ടോ അവിടെ? ഒന്ന് ഇരിക്കാൻ ഒരു സോഫയുണ്ടോ? ഇരിക്കാൻ ഈ സ്റ്റൂള് പോരെ? കുന്നത്തിലാണോ അവന് ഇരിക്കുന്നത്? ഇത്തിപ്പോരും തണുത്ത വെള്ളം കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഇവിടെ? കുറച്ചു നേരം മെസ്സേജും ഇല്ല, വിളിച്ചിട്ടും എടുക്കുന്നില്ല. ഹലോ 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 ഇത് ഞാനാ. ഹലോ ഇത് ബോണി, ഞാനത് പറഞ്ഞ ബോണിക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ബോണിയുടെ ഒരു കാര്യം പറയാന് നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. അപ്പൊ കാശുള്ള കാര്യമായിരിക്കല്ലോ. മൊത്തം പണോ കൈ വെച്ചിട്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം. ഇൻസ്റ്റാൾമെന്റ്. അതെങ്കിൽ അത്. ഗ്ലാസ് 3 രൂപ. ഗ്ലാസ് 2 പൊട്ടിയിട്ടുള്ളൂ, ഞാൻ എണ്ണീതാ. കോപ്പ 1 20 രൂപ. അത് ശരിയാ. കള്ളും കുപ്പി 2 10 രൂപ. ശരിയാ. അലമാരി ചില്ലൊന്ന് 50. അത് മാറ്റിയിടാൻ ആശാരിക്കൂലി 150. മൊത്തം 265. ഞാൻ തന്നെ ഉണ്ടാക്കി. പക്ഷേ കോസ്റ്റ് നിൽക്കും. കുറ്റം പറയലടാ. ബോണി ഒരു പെങ്കച്ചിനെ പോയി കണ്ടായിരുന്നു. ഞങ്ങള് ഗവൺമെന്റ് ജോലിക്കാരെ നോക്കണത്. എന്നാലേക്ക് ചായ കൂടി നടക്കട്ടെ. റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിച്ച് സോൾവ് ആവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. തുറന്ന് പറയും സ്റ്റെഫി, തുറന്ന് പറഞ്ഞ തീരാത്ത എന്ത് പ്രശ്നങ്ങളും ഞാനാണെങ്കിൽ എന്റെ മമ്മിക്ക് ബോണി ഇഷ്ടമല്ല. ഈ കത്തിയെടുത്ത് അവന്റെ പള്ളേ കയറ്റിയാൽ മതിയായിരുന്നു. ഇനി ആരെങ്കിലും വിളിച്ചാലേ എന്റെ പട്ടി വരും. മമ്മിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മമ്മിയെ എടുത്ത് സംസാരിച്ച് ശരിയാക്കും. ഇനി ഇക്കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. എന്താടാ നിനക്ക് ബോറടിച്ച? ഇല്ല, ബോറൊന്നും അടിച്ചില്ല. നിനക്ക് മാസാണ് വേണ്ടത്. ഇതൊരു പഴയ മലയാളം പടത്തിലെ പാട്ടല്ലേ? എന്നാ പഴയ മലയാളം പ്രേതമായിരിക്കും. ഇതെന്താ സംഭവം? ഹലോ മമ്മി. എന്റെ മോനെ ചായപ്പൊടിന്റെ വെള്ളം പറയടാ തേണ്ടി. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.